അപ്പോൾ ഹലോ ഗേസ്, നമ്മളിന്ന് ഡീനുമായിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം പാലക്കാരനാണ്. ഓക്കെ, നമുക്ക് ഒരു ഹണ്ട് ചെയ്ത് നമുക്ക് ഗിഗേനെ ഒന്ന് കൊല്ലാൻ നോക്കാം. അതാണ് നിൽക്കുന്നു. നോക്കാം 3, 2, 1 നമ്മൾ ചാടി. റോഷേട്ടൻ ചാടി ചാടി കയറ്. എനിക്ക് ഇത് ഇച്ചിരി പാടാട്ടോ ചാടി കയറാം. നമ്മൾ നിന്നിട്ട് കയറണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറന്ന് നടക്കും. എനിക്കൊരു ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഹലോ, അതാണ്ട് അതാണ്ട് ഇരിക്കുന്നു. പാലക്കാരൻ്റെ സ്റ്റാമിന തീർന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ചുമ്മാ ഓടി സ്റ്റാമിന കളയുവാണ് ഗൈസ്. അപ്പോൾ അവൻ ഡ്രസ്സ് എടുക്കാൻ പോയെന്ന് തോന്നി. നമ്മൾക്ക് ഡ്രസ്സ് എടുക്കും. പിന്നെ നമ്മൾ ഗിഹാനെ അണ്ടിയുന്നത് മാറ്റി വെച്ചിരിക്കുന്നു. ഭയങ്കര ഇതാണ്, പവറാണ് യെസ്. അപ്പോൾ പാലക്കാരൻ റോഷൻ ഒട്ടും ഫുഡില്ല. അപ്പം നമുക്ക് ഗിഗാനെ അടിക്കാൻ പോവാം. എന്തായാലും കൊല്ലാം, നമുക്ക് നോക്കാം. പാലക്കാരൻ റോഷന് ഫുഡില്ലാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ബാനാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പാലക്കാരൻ ഗിഗ സബ്ബഡൽട്ടാണ്. നമുക്ക് കൊല്ലാൻ നോക്കാം. അപ്പം നമ്മൾ ഇതിനെ കൊല്ലാൻ നോക്കുകയാണെങ്കിൽ അതാണ്ടിരിക്കുന്നു. അപ്പോൾ കൊല്ലാം. ഇവൻ കിടന്നുറങ്ങുക. എന്നാ വലിയ മണ്ടത്തര കാണിക്കും. ഹെഡ് അടിക്കുക അതിൻ്റെ. ഇപ്പോൾ അവൻ എണ്ണീറ്റും തോന്നുന്നു. എണ്ണീറ്റു. ഇനി ഓടി അടിക്കണം അവനെ. അവൻ പാലക്കാരൻ റോഷനെ കടിക്കാൻ തുടങ്ങി. അത് നമുക്ക് ബ്ലീഡാക്കിയാണേലും കൊന്നാൽ മതി. നമുക്ക് ഫുഡ് കിട്ടിയാൽ മതി. പാലക്കാരൻ റോഷന് ഫുഡില്ലാത്തപ്പം അല്ല പിന്നെ ഞാൻ വട്ടം കറങ്ങാണോ. അവനെ നമുക്ക് ബ്ലീഡാക്കി കൊല്ലാൻ നോക്കാം മാക്സിമം. അവൻ സബ്ബഡൽറ്റ. അതുകൊണ്ട് മറ്റേ എന്തൊക്കെയോ ഉണ്ട്. അവന് കുറേ പവർ ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൊടുത്തു ചത്തു. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു VP അടിക്കുവാണ്. ഇത്രയും വലിയ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും ചുമ്മാ ഒരു VP. അയ്യോ റോഷനെ, പാലക്കാരനെ മറ്റേ കിക്കില്ലേ അതടിക്കുമെന്ന് വിചാരിച്ച് വെട്ടിച്ചതാണേ. ഞാൻ അടിച്ചില്ല. എനിക്ക് പാലക്കാരൻ കളിക്കുന്ന മോഡൽസൊക്കെ ഒരുമാതിരി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ന്യൂബല്ല. പാലക്കാരൻ റോഷൻ കളിക്കുന്നതും വെട്ടിക്കുന്നതും എല്ലാം നമുക്ക് കളിച്ച് പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് പക്ഷെ കാണാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ. അങ്ങനത്തെ കളർ രാത്രിയിൽ എടുത്ത് നിൽക്കും, പക്ഷേ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാലേ കാണാൻ പറ്റത്തില്ല. പോകുന്നു. ഇതിങ്ങനെ പെട്ടെന്ന് രാത്രി ആകുമ്പോൾ പർപ്പിളും ഈ എല്ലാം ഒക്കെ ഇരുണ്ടിരിക്കും. പക്ഷേ എല്ലാം കാണാൻ ഇച്ചിരി പാടാണേലും കാണാം. അതാണ്ട് ഞാൻ ചാടി അടിച്ചു. എനിക്കത് കിട്ടുകയും ചെയ്തു. പക്ഷെ ബ്ലീഡായില്ല. അത് കിട്ടിയില്ല. എന്തടി ഇത്? എൻ്റെ അമ്മ ഇച്ചിരി വലിയ ഫൈറ്റായല്ലോ. അയ്യോ, ചുമ്മാ അടിക്കുക, ഒരു കാര്യമില്ലാതെ ചുമ്മാ അടിക്കുക. എനിക്ക് പാലക്കാരൻ റോഷൻ്റെ പോയാണ്, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത്. ഇല്ലെങ്കിൽ പിങ്ങടിക്കാൻ തുടങ്ങി. എന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ നമ്മളിപ്പോൾ കൊന്നവൻ നമ്മളെ പ്രതികാരം ചെയ്യാനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഡീനോ ആണ് ഗൈസ്. എന്തിനെ വേണേലും ഹണ്ട് ചെയ്ത് തിന്നാൻ പറ്റുന്ന ഒരേ ഒരു ഡീനോ. ഡീനോ സ്റ്റാമിന തീരാറായി, ഹെൽത്തും തീരാറായി, എല്ലാം തീരാറായി. കിടന്നുറങ്ങാം. ഇനി ഒരടിക്കും കൂടെ കണ്ടോണ്ടൊന്നും. കിട്ടി ബ്ലീഡായി നോക്കാം. ചുമ്മാ അടിച്ചു കിടക്കാം. അപ്പോൾ ലിയോപ്പാടെന്ന് പറഞ്ഞ പാലക്കാരൻ്റെ കൂട്ടുകാരന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. E4 ആണ്. അപ്പം മിക്സ് പാക്ക് ആയിട്ടാണ് സ്റ്റാൻഡേർഡ് സെർവർ അടിക്കാൻ മതി. നമ്മളെന്തായാലും കൊന്നിട്ടേ അടങ്ങത്തുള്ളൂ. നമുക്ക് നേരെ പാലക്കാരൻ റോഷൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഈ സാർക്കോയും പാച്ചയും ഗിഗയും കണ്ടോ, അവരാണ് മിക്സ് പാക്ക് ആയിട്ട് നമ്മുടെ സ്വന്തം കൂട്ടുകാരനെ കൊന്നത്. അവനിപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവനെ കൊന്നിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പോവാം. നേരെ പോയി അടിക്കാം. കാരണം ഗിഗാനെയാണ് നമ്മളിത്. വേറൊരു ഡീനോ ഉണ്ടോ? അതൊക്കെ നമ്മുടെ ആൾക്കാരാ. നമുക്ക് ഡീനോ പാക്കിനെ കൊണ്ടോ കണ്ടുന്നിട്ട്. സാർക്ക് ലീഡായിട്ട് നോക്കുമ്പോൾ നമുക്ക് പോയി പെട്ടെന്ന് കിടന്നുറങ്ങാം. ആരെങ്കിലും കില്ല് ചെയ്യും തോന്നുന്നു. ബ്ലീഡ് മാറ്റിയില്ലെങ്കിൽ ചെറിയൊരു പണിയുണ്ട് ഇതിന്. അതാണ്ടേ ഒരാളെ കൊല്ലാൻ നോക്കുന്നു. ആരൊക്കെ അവിടെ ഒന്നും ഭയങ്കര അടി കേട്ടോ. സാർക്കോനെ ഏറ്റവും കൂടുതൽ പേടിക്കണ്ടേ. പിന്നെ ഞങ്ങളെല്ലാവരും ഏമിട്ടിക്കുന്ന ഗിഗാനെയാണ്. നമുക്ക് എന്തായാലും അവനെ കൊല്ലണം ഉറപ്പായിട്ടും. ഞാൻ ഇനിയും പോവാ. ഇതൊക്കെ മതി. ഒത്തിരി ഹെൽത്തൊന്നും ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. വലിയ ഹെൽത്തൊന്നും വേണ്ട. അതാരാ? അതാണ്ട് ഗിഗ അവിടെ. ഞാൻ തന്നെ വീണ്ടും കിടന്ന് അയ്യോ അതാണ്ട് കിടന്നോടുന്ന ഗോൾഡ് കളർ കണ്ടോ? ഗോൾഡ് കളർ, മഞ്ഞ കളർ സംഭവം. അതാണ് നമ്മുടെ സ്വന്തം പാലക്കാരൻ. ഇപ്പോൾ അവൻ ചാവും. ഇപ്പോൾ ഗിഗ ഇപ്പോൾ ചാവും. സാർക്കോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരികയാണ്. നമുക്ക് അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. കണ്ടോ
ഗിഗാനെ ഹെൽപ്പ് ചെയ്യല്ലോ ഒരിക്കലും. ഷാർക്കോനെ ഞാൻ ഗിഗാനെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഗിഗാനെ കൊന്നുകളാ. അത് പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വന്നു. പ്ലാനൊക്കെ ഇപ്പോൾ മുഞ്ചേനെ ഷാർക്കോനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാനൊക്കെ പോയേനെ. ഇപ്പം ചാവുമായിരിക്കും ഗിഗ. അയ്യോ പ്ലാനൊക്കെ ഇപ്പം ഒരുമാതിരി ആയി പോയേനെ. ഗിഗ ചത്തേ. ഗിഗ ചത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗിഗ ചത്തു. ഇനി അവനും കൂടെ ഉള്ളു സാർക്കോ. ഇപ്പോഴാണ് ഗിഗ ചാക്കുന്നത്. ലോലോൽ എന്നാണ് അവൻ്റെ പേര്. ലോലോൽ. ആണ്ട പാലക്കാരൻ റോസിൻ്റെ ലൈഫ് ഉണ്ടോ? നമുക്ക് സാർക്കോനെ കൊല്ലണം. സാർക്കോയുടെ ലൈഫ് അത്യാവശ്യത്തിന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ കൊല്ലുന്നത്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ പുറകെ പോലെ ഒരിക്കലും പോയില്ല. പ്രത്യേകിച്ച് ഇത് കൂട്ട് നീന്താൻ ഒരുത്തനെ കൊന്നു നമ്മുടെ ടീം. അത് കൊണ്ടില്ല എനിക്കട്ടെ. അയ്യോ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അവൻ വെള്ളം കുടിക്കുമോ? എൻ്റെ ലൈഫ് ഇപ്പോൾ വേണ്ട അവൻ വെള്ളത്തിലിറങ്ങി അപ്പുറത്തെ കര പോകാൻ. വെള്ളത്തിൽ അവനാണ് അപ്പം എന്താ ചെയ്യും? അവന് ഏറ്റവും സ്പീഡുള്ള വെള്ളത്തിൽ. അവൻ നേരെ നമ്മളെ കടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ? നോക്കാം. വേണ്ട നമുക്ക് തിരിച്ചു പോവാം. പാലക്കാട് കണ്ടോ ചത്ത് കിടക്കുന്ന കണ്ടോ? വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അയ്യോ വെട്ടിയിട്ട വാഴത്തണ്ടിനെ തിന്നാൻ അടുത്ത ആൾ വന്നു. തെറി തെറി വന്നു. എന്ത് ചെയ്യും? കിടന്നിറങ്ങാം കുറച്ച്. എന്നാ വലിയ മിക്സ് പാക്കാ. ഞങ്ങളാ ഒരുത്തനെ കൊന്നപ്പം രണ്ടടുത്ത തെറിയും എല്ലാം കൂടെ കയറി വന്നിരിക്കുന്നു. എന്ത് വിധിയാടൂ. പക്ഷെ നമ്മൾ കൊല്ലും. അപ്പം ഗൈസ് പാലക്കാരൻ വശം പറഞ്ഞ് തെറീനെ എമ്മിടാം. എന്തായാലും നമുക്ക് നോക്കാം. അവനെ കൊന്നു കളയണം. നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ട് ജീവപ്പാട് തിരിച്ചു വന്നു. അടുത്തത് വന്നു പാച്ചി. എൻ്റെ മോനും ഇവനെ കൊന്നിട്ടേ ഉള്ളൂ കേട്ടോ. വേണ്ട ഓടുന്നു. പുറകെ ഒന്ന് അടിക്കണം. വേണ്ടേ പാച്ചി എല്ലാം വന്നിരിക്കുന്നു. വേണ്ടേ യെസ് ഇതവൻ ചത്തുപോകും. ചത്തി ഇറങ്ങിക്കും. എൻ്റെ ഇത് ഇപ്പം ഞാൻ ചാവും. പൊടിക്കും കൂടെ ഇല്ല. ഇപ്പോൾ പൊടിക്കും കൂടെ ഇച്ചിരി ദൂരത്ത് പോയി കിടന്നില്ലല്ലേ. ഇച്ചിരി പണിയാ. ഒരു തെറീനെ ഇപ്പോൾ കൊന്നു. അടുത്തതിനെ കൊന്നിരിക്കുന്നു. ഓക്കെ അങ്ങനെ മിക്സ് പാക്കിനെ ഞങ്ങൾ കുക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന കഴിയുന്നു. ബൈ ഗൈസ്.